അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, മെയ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി, അല്ലാഹു തൻ്റെ അടിമകളോട് ദയാശീലനാണ് എന്ന പ്രമേയമാണ് UAE ജുമുഅ ഖുതുബ പരാമർശിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമങ്ങളിൽ മഹത്തരമായ ഒന്ന്, അവൻ്റെ മഹത്തരമായ വിശേഷണങ്ങളിലെ പവിത്രമായ ഒന്ന്, നമ്മുടെ മനസ്സുകളിലേക്ക് ഏറെ അടുത്തു നിൽക്കുന്നതും ഹൃദയങ്ങൾക്കേറെ പ്രിയങ്കരവുമാണത്. വിഷമഘട്ടങ്ങളിൽ ആ നാമം കൊണ്ടാണ് അല്ലാഹു വിളിക്കപ്പെടാറുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ നാമത്തിലാണ് നാം അവനിൽ അഭയം തേടാറുള്ളത്. നാം പറഞ്ഞു വരുന്നത് അല്ലാഹുവിൻ്റെ പവിത്ര നാമമായ അൽ ലത്തീഫ് എന്നതിനെക്കുറിച്ചാണ്. ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ പരമമായ അറിവും അപാരമായ ഹിക്മത്തും സമ്പൂർണമായ നിയന്ത്രണവും സർവവ്യാപിയായ നന്മയും സമഗ്രമായ ഗുണവുമാണ്. അവൻ്റെ സൃഷ്ടികളോടുള്ള അവൻ്റെ കരുണയാണ്, ആർദ്രതയാണ്. അൽ ലത്തീഫ് എന്ന വിശേഷണം കൊണ്ട് അള്ളാഹു സ്വന്തത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ലാ തുദ്രികുഹുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീർ. കണ്ണുകൾക്കൊന്നും അള്ളാഹുവിനെ കാണാനാവില്ല, എന്നാൽ അള്ളാഹു എല്ലാ കണ്ണുകളെയും കാണുന്നു. അവൻ പരമദയാനിധിയാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുകയും ചെയ്യുന്നു. സൃഷ്ടികളുടെ നേത്രങ്ങൾക്ക് അവനെ മനസ്സിലാക്കാനാവില്ല, എന്നാൽ അവനെല്ലാം വലയം ചെയ്തു നിൽക്കുകയാണ്. സൃഷ്ടികളുടെ ഒരു കാര്യവും അവൻ്റെ അറിവിനപ്പുറമല്ല. പരമമായ രഹസ്യങ്ങളെയും ഒളിപ്പിച്ചുവെച്ചവയെയും അവൻ ഒരുപോലെ അറിയുന്നു. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞതിങ്ങനെയാണ്: യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: എൻ്റെ പൊന്നുമോനെ, നമ്മുടെ ഒരു കർമ്മം ഒരു കടുകുമണിത്തൂക്കമാണെന്നു കരുതുക. എന്നിട്ട് ആ കർമ്മം ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിൽ എവിടെയെങ്കിലുമോ ആണെന്നും സങ്കല്പിക്കുക. എന്നാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു സൂക്ഷ്മജ്ഞനും അഗാധമായി അറിയുന്നവനുമാണ്. അള്ളാഹു പ്രഖ്യാപിച്ചതുപോലെ ആ ചെറിയ ഒരു കണിക ഏതെങ്കിലും ഒരു കറുത്ത പാറക്കെട്ടിൻ്റെ ഉള്ളിലായിരുന്നാലും ആകാശങ്ങളിൽ മറഞ്ഞുപോയിരുന്നാലും അതിൻ്റെ കൃത്യമായ സ്ഥാനം അള്ളാഹുവിനറിയും. അതെല്ലാം അവന് വ്യക്തവുമാണ്. അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തി: അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. നിങ്ങളെ സൃഷ്ടിച്ചവൻ കാര്യങ്ങൾ അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവൻ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. അറിയാത്ത മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ജീവിതമാർഗം ഒരുക്കിക്കൊടുക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്! നനച്ചിരിക്കാത്ത മാർഗങ്ങളിലൂടെ അവർക്കു ജീവിത സന്ധാരണ മാർഗമൊരുക്കുന്നവൻ എത്ര ഉന്നതനാണ്! അതെല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവും യുക്തിയും തീരുമാനവും അനുസരിച്ചാണ്, സൃഷ്ടികളുടെ ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ചേ അല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദയയാണ്, സൃഷ്ടികളോടുള്ള കാരുണ്യമാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്: അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അള്ളാഹു തൻ്റെ ദാസന്മാരോട് ദയാമയനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അന്നം നൽകുന്നു. അവൻ കരുത്തനാണ്, പ്രതാപിയുമാണ്. തത്വജ്ഞാനികളിൽ ചിലർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്: ഏതെങ്കിലും കാര്യം അള്ളാഹു താങ്കൾക്കു വിലക്കുന്നുവെന്നത് അള്ളാഹു താങ്കളോട് ചെയ്യുന്ന ഔദാര്യമാണ്.
അള്ളാഹുവിൻ്റെ ലുബ്ധ കാരണമല്ല അവൻ അത് തടഞ്ഞു വച്ചത്, മറിച്ച് ആ തടയുവാനുള്ള കാരണം അവൻ്റെ കരുണയാണ്, നന്മയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അത്യുന്നതമായ യുക്തിക്ക് നാം കീഴ്പ്പെടുക. അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ നിയന്ത്രണങ്ങളിൽ നാം ശുഭാപ്തി വിശ്വാസികളാവുക, ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന നാമത്തെക്കുറിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, ഇനി നമുക്കെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും അവൻ്റെ സംരക്ഷണവും നേടിയെടുക്കാനാവുക എന്ന് നോക്കാം. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ യുക്തിയിലും പരമമായ കാരുണ്യത്തിലും നാം ഉറച്ചു വിശ്വസിക്കുക. എപ്പോഴും അവനോട് ഭക്തിയുള്ളവരും അവനെ വഴിപ്പെടുന്നവരുമായി തീരുക. അള്ളാഹുവാണ് പറഞ്ഞിരിക്കുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖ്ഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഏതൊരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനു മോചനമാർഗം അള്ളാഹു സംവിധാനിക്കും. അവൻ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ അവന് ജീവിത സന്ധാരണ മാർഗം അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും നേടിയെടുക്കുവാനായി നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന നാമത്തിൻ്റെ താൽപ്പര്യം നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ നാം പ്രയോഗവൽക്കരിക്കുക എന്നതാണ്. അത് നമുക്ക് ചുറ്റുമുള്ളവരോട് കരുണ കാണിച്ചും ദയയോടെ പെരുമാറിയും സഹായമർഹിക്കുന്നവന് സഹായമെത്തിച്ചു കൊടുത്തുകൊണ്ടുമാവാം. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫ്ഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ ഭൗതികമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മറ്റൊരാൾ പരിഹരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പാരത്രിക ലോകത്തെ പ്രതിസന്ധി അള്ളാഹു പരിഹരിച്ചു കൊടുക്കും. നമ്മുടെ കൂട്ടത്തിൽ ദുഃഖമനുഭവിക്കുന്നവൻ ആശ്വാസം പകർന്ന് തെറ്റു ചെയ്തവൻ മാപ്പു പറയുമ്പോൾ ആ മാപ്പപേക്ഷ സ്വീകരിച്ച് എല്ലാ അടിമകളോടും കരുണയോടെ പെരുമാറി നമുക്ക് അള്ളാഹുവിൻ്റെ ദയയും കരുണയും നേടിയെടുക്കാനാവും. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റുഹമ. തൻ്റെ അടിമകളിൽ നിന്ന് ജനങ്ങളോട് കരുണയോടെ പ്രവർത്തിക്കുന്നവനോടാണ് അള്ളാഹു കരുണ ചെയ്യുന്നത്. വാക്കുകളിൽ നിന്ന് നല്ലതു മാത്രം തെരഞ്ഞെടുത്തു സംസാരിക്കുകയും അങ്ങനെ ആളുകളെ വേദനിപ്പിക്കാതിരിക്കുകയും വിധികളിലും തീർപ്പുകളിലും അവധാനത പാലിക്കുകയും അങ്ങനെ അക്രമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നവർ ലുതുഫ് എന്ന വിശേഷണത്തെ ജീവിതത്തിൽ പാലിക്കുന്നവരാണ്. വഖൂലൂ ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് നല്ലതു പറയുക എന്ന അള്ളാഹുവിൻ്റെ ആഹ്വാനത്തെ ശിരസാവഹിക്കുന്നവരാണവർ. ഓരോരുത്തരുടെയും ദയയും കരുണയുമെല്ലാം അളക്കപ്പെടുന്നത് അവരുടെ സേവനങ്ങളിലൂടെയും സത്യസന്ധമായ വികാരങ്ങളിലൂടെയും മികച്ച പെരുമാറ്റ രീതികളിലൂടെയും സുന്ദരമായ സ്വഭാവവിശേഷണങ്ങളിലൂടെയുമാണ്. മാത്രമല്ല, എല്ലാ നിമിഷങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലും ആർദ്രതയോടെ നല്ല മനസ്സോടെ അവർ പെരുമാറുന്നു. വിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ പരമദയാപരനായ അല്ലാഹു യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹ്. എല്ലാ കാര്യങ്ങളിലും ആർദ്രതയെയും കരുണയെയും അവൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ മഹത്തായ ഗുണം നമുക്ക് നമ്മുടെ വീടുകളിൽ സജീവമാക്കാം. നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ അങ്ങാടികളിലും സമൂഹത്തിൽ ഒന്നടങ്കവും വ്യാപിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.